പക്ഷേ മസ്തിൻ്റെ വലിപ്പം കണ്ട ഇത് UK കാനഡയും USA ഒന്നുമല്ല, ഇത് ദുബായിലുള്ള അങ്ങനെ ഓൺ വ്ളോഗ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസങ്ങളിലായി ഞാൻ 2 രീതിയിലുള്ള വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ദുബായ് റൂം ഷിഫ്റ്റിങ്ങും, രണ്ടാമത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ ദുബായിൽ നിന്ന് നമ്മൾ റൂം ഏതാണ് എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബസ് ഓൺ ഡിമാൻഡ് ബുക്ക് ചെയ്തിട്ട് ദുബായിൽ നോൾ കാർഡ് ഉപയോഗിച്ച് ബസ് ഓൺ ഡിമാൻഡ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ എൻ്റെ ഒരു ചെങ്ങായിൻ്റെ ഷോപ്പ് പ്രൊമോഷന് വേണ്ടി പോവാണ്. അത് ബർദുബായിലേക്കാണ്. അപ്പോൾ ബർദുബായിലേക്ക് പോകുമ്പോൾ ബസ് ഓൺ ഡിമാൻഡ് കയറി പോകുന്നതും ദുബായിലെ ബസ് പോകുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് മെട്രോയിൽ പോകുന്നുണ്ടെങ്കിൽ മെട്രോ പോകുന്നതും കൂടി ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഞാൻ ബസ് ഓൺ ഡിമാൻഡ് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ബസ് ഓൺ ഡിമാൻഡ് അവിടെ വന്നിട്ടുണ്ട്. അത് കാണുന്നതാണ് ബസ് ഓൺ ഡിമാൻഡ്. നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അതിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങൾ. അപ്പം കാണുന്നതാണ് ബസ് ഓൺ ഡിമാൻഡ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് ആൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ഇതാണ് മക്കൾ അതിൻ്റെ ഇത്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. ഇതുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫെയിൽ അങ്ങനെ ഇതാണ് ബസ് എന്ന് പറയുന്ന ബസ്. നമ്മൾ ബസ് ബുക്ക് ചെയ്ത് നമ്മൾ നോൾ കാർഡ് വെച്ചിട്ട് ഫസ്റ്റ് ടാപ്പ് ചെയ്യും. അപ്പം ടാപ്പ് ചെയ്തിട്ട് ഇതാണ് നോൾ കാർഡ്. ദുബായിൽ എല്ലാ ട്രാൻസ്പോർട്ടേഷനും നമ്മൾ ഉപയോഗിക്കുന്ന ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാർഡാണ്. നമ്മൾ നാട്ടിലെ പോലെ ടിക്കറ്റ് എടുത്ത് വരുന്നതല്ല. അപ്പോൾ ഇത് ഇയാളെടുത്ത് കൊടുത്ത് ഇയാൾ ടാപ്പ് ചെയ്ത് അതിനുശേഷം ഇത് 5 ദിറംസ് 7 ദിറംസ് വരെ പോവാം. അപ്പോൾ അയ്യോ നല്ല ചൂടുകൊണ്ട് ഓർത്ത്. അപ്പോൾ ഇതാ ബസ്സിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബസ്. AC 1 2 നല്ല നിരത്തി AC-യാണ്. നമുക്ക് എവിടെ പോകണം ഇത് ഓരോ ലൊക്കേഷൻ ബേസിലാണ്. ഓരോ ലൊക്കേഷൻ ബേസിലാണ് ഇതിൻ്റെ യാത്ര ഉണ്ടാവുക. നമുക്ക് ഓരോ സോൺ, സോണിലായിട്ടുള്ളത് സിലിക്കോൺ ഓയാസിസ്, പിന്നെ അക്കാദമിക് സിറ്റി, ബർഷ, കറാമ, പിന്നെ ഡൗൺ ടൗൺ, ബിസിനസ് ബേ, ഈ ലൊക്കേഷനിലാണ് ഇതുള്ളത്. അപ്പം ഇനി അങ്ങോട്ടേക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് ഇത് ബുക്ക് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് നേരെ നമുക്ക് ബർദുബായിലേക്കാണ് പോകുന്നത്. ഈ ബസ് ഓൺ ഡിമാൻഡ് ബുക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബസ്സിന് പോകുകയാണെങ്കിൽ ഇന്ന് ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും ഇവിടെ എല്ലാം കാണുന്നുണ്ടാകും. എല്ലാം പല യൂണിവേഴ്സിറ്റിയാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം അമേരിക്കൻ യൂണിവേഴ്സിറ്റി, പിന്നെ പല അമേരിക്കൻ യൂണിവേഴ്സിറ്റി മാത്രമല്ല UAE പല യൂണിവേഴ്സിറ്റിയും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏകദേശം എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടായിരിക്കും ബസ് പോകാം. പക്ഷേ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ടൈം എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ബസ് ഓൺ ഡിമാൻഡ് ബുക്ക് ചെയ്താൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ലൊക്കേഷനിലേക്ക്, ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക്, കാരണം ഇതൊരു ലിമിറ്റഡ് സ്പേസ് വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്പേസിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കും. ഇപ്പോൾ നോളജ്, ഇതാ ബൈ നോളജ് പല ബിൽഡിങ്ങുകൾ കാണാം സൈഡിലൊക്കെ. ഒക്കെ യൂണിവേഴ്സിറ്റീസാണ്. പിന്നെ തന്നെ യൂണിവേഴ്സിറ്റി, പല യൂണിവേഴ്സിറ്റി ഉണ്ട്. ദുബായ് ഇന്റർനാഷണൽ അക്കാദമിക് സിറ്റിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇന്റർനാഷണൽ അക്കാദമിക് സിറ്റി കണ്ടോ. ട്രാവലിങ് കാര്യങ്ങളിങ്ങനെ നടന്നുണ്ട്. ഈ ഫോണിലുള്ള സമയം കണ്ട 3:55 നമ്മൾ അവിടെ എത്തും. ഇതാണ് റൂട്ട്. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ്, എവിടെയാണ് റൂട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ പറയും. ഈ ഒരു ഫോൺ വെച്ചിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പം ഈ ഒരു ഫോൺ ഉണ്ടായാൽ മതി. ഫോണും കുറച്ച് നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ദുബായിയുടെ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എത്താൻ പറ്റും. കാരണമാണ് ദുബായ് സിലിക്കോൺ ഓയാസിസ്. എല്ലാവരും കേട്ടിട്ടുണ്ട്. അതല്ല ഡബിൾ ഡെക്കർ ബസ്. ഇവിടെ ഈ റൂട്ട് കൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എത്തേണ്ടത് ദുബായ് ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. പല കളറുള്ള ബിൽഡിംഗ് രസയിലാണ്. അപ്പോൾ ഇതാ ഒരു അറേബ്യൻ ഗേറ്റ്. നമ്മളെ സ്ഥലം ഏകദേശം എത്താനായിട്ടുണ്ട്. ഇപ്പോൾ ഓയാസിസ്. Brother, could you please drop me that bus station? Sorry? Bus station? Bus station? Sorry, bus stop. This bus stop? Bus stop? Yeah. Headquarter 1. Okay, thank you. അപ്പോൾ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഓക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നല്ലൊരു പണിച്ച്. അപ്പം ഇങ്ങനെയാണ് ദുബായ്. നമ്മൾ മറ്റുള്ളവർ വിചാരിക്കുന്ന രീതിയിലല്ല. എനിക്ക് ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അപ്പം ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി തരാമെന്ന് പറഞ്ഞത് നല്ല മനുഷ്യൻ.
ഓക്കെ, അങ്ങനെ ബസ് ഇറങ്ങി. ഇതാണ് ബസ് ഓൺ ഡിമാൻഡ്. അങ്ങനെ ബസ് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത് നേരെ ഇവിടുന്ന് ഈ ബസ് സ്റ്റോപ്പാണ്, ദുബായിലുള്ള ബസ് സ്റ്റോപ്പ് നിങ്ങൾ കണ്ടുക. ഇതാണ് ദുബായ് ബസ് സ്റ്റോപ്പ്. നമുക്ക് ഇനി എത്തേണ്ടത് നമ്മുടെ ലൊക്കേഷനിലേക്കാണ്. അപ്പം ഇവിടുന്ന് ഏത് ബസ്സായിരുന്നു? X25 ആണ് കണ്ടത്. ഇതാണ് ഇവരുടെ ബസ്. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടുന്ന് എവിടെ പോകണമെങ്കിലും നമുക്കതനുസരിച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ മനസ്സിലാക്കേണ്ടതാണ്. എനിക്കിപ്പോൾ ട്രാവൽ ഹൈസ്റ്റ് ടൂറിസ്റ്റ് LLCയിലൊക്കെ എത്തേണ്ടത്. അപ്പം ഏത് ബസ്സാണ് എനിക്ക് കയറേണ്ടത്, എത്ര മണിക്കാണ് ബസ് ഉള്ളത്, അപ്പോൾ എത്ര ബസ് കയറി ഇറങ്ങണം ഒക്കെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് മൊത്തത്തിൽ പറഞ്ഞാൽ. ഇതാണ് ദുബായ് ഡിജിറ്റലിയാണ് ഫുള്ള് സെറ്റപ്പ് ആയത്. നമുക്കിവിടെ ഒരു അക്കാര്യത്തിലൊരു ടെൻഷനില്ല. എവിടെ വേണമെങ്കിലും അത്യാവശ്യം ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. ഇതാ നമ്മുടെ ഏകദേശം 4:10 ബസ്, അപ്പം 3:56. ഇനിയിപ്പോൾ എത്ര ബസ് നമ്മൾ മാറി കയറണം. അപ്പം ഇത് നിങ്ങൾ കണ്ടില്ല. ഇനിയിപ്പം ബസ് എത്തും വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം ബസ് എത്തിയിട്ട് ബസ് എന്നുള്ള കാഴ്ചയിൽ ഞാൻ അങ്ങനെ വെയിലായതുകൊണ്ട് ഷെയ്ഡ്സ് വെക്കും. എല്ലാ മക്കളൊന്നും കാണില്ല. ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അത്യാവശ്യം നല്ല ചൂടാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ടിങ് ആണല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ചൂട് തുടങ്ങിയാൽ മോനെ ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. നോട്ടെ, നീ ഓൻ്റെ അടുത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. അതിൻ്റെ മുമ്പ് ഈ ബസ് ഇപ്പോൾ എത്തോ അടച്ചോ അറിയാം. അങ്ങനെ ഏകദേശം 4:10-11 ആയിട്ടുണ്ട്. 4:11 ആയിട്ടുണ്ട്. നമ്മളെ ബസ് ഏകദേശം വരുന്നുണ്ട്. അതാണ് നമ്മൾ ബസ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതിൻ്റെ നമ്മളെ ദുബായ്. ഇതാണ് നമ്മുടെ ദുബായിലെ ഡബിൾ ഡെക്കർ ബസ്. എവിടെ കാര്യം നമുക്ക് വേണ്ട ഒരൊറ്റ കാര്യമാണ് കാണുന്ന നൂൽക്കാരൻ ബസ്സിൻ്റെ വലിപ്പം കണ്ട. ഇത് UK കാനഡയും USA ഒന്നുമല്ല, ഇത് ദുബായിലുള്ള ഡബിൾ ഡെക്കർ ബസ്സാണ്. കണ്ട സാരത്തിൻ്റെ ഡബിൾ കിട്ടുന്നു. ഇതാണ് അവിടെ ചെയ്യുന്ന ഒറ്റ കാര്യമാണ്. പേരൻസ് എടുക്കാനുണ്ട്. മേലോട്ടേക്ക് പോവാം. അങ്ങനെ ബസ് സ്ഥലത്ത് കിട്ടാത്തതുകൊണ്ട് നമ്മളിവിടെ സ്റ്റെപ്പിൽ ഇരിക്കരുതെന്നാണ് പറഞ്ഞത്. സാഹചര്യവും സന്ദർഭവും ഒക്കെ നമ്മളിവിടെ ഇരിക്കുന്നതാണ്. ബസ്സൊക്കെ ഫുള്ളാണ്. എന്താ എല്ലാ ഏരിയയിലും നമുക്കധികം ലേഡീസിനൊന്നും ഫോട്ടോസിനും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതൊന്നും ചെല്ലാൻ അതുകൊണ്ടാണ് അധികം ഒന്നും കാണിക്കാത്തത്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരാം. ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാര്യവും മാത്രമല്ല, ഇറങ്ങുമ്പോഴും നോൾ ടാപ്പ് ചെയ്യണം. പിന്നെ കാര്യവും മാത്രമല്ല, ഇറങ്ങുമ്പോഴും നമ്മൾ നോൾക്കാർഡ് ടാപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ പൈസ നല്ല രീതിയിൽ വൃത്തിക്ക് പോകും. അപ്പോൾ ഈ ബസ്സിലായിരുന്നു നമ്മൾ വന്നത്. ബസ്സിൻ്റെ വലിപ്പം ഉണ്ടെങ്കിൽ X25 ആയിരുന്നു ഇവിടെ ഉള്ള ബസ്സിന്. X23 നമുക്ക് കയറേണ്ടത്. X23 കയറിയിട്ട് നേരെ പോകണം. അപ്പോൾ നമ്മൾ ബസ് വരുന്നുണ്ടോന്നാണ് ഇനി നോക്കേണ്ടത്. X25 അല്ല X23. ഇതാണ് അടുത്ത വേറെ രീതിയിലുള്ളൊരു ബസ് സ്റ്റോപ്പ് ദുബായിലുള്ള. കണ്ട ഇങ്ങനെയാണ് നോക്കുക ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റോപ്പ് എന്നാ ഷെഡും ഉണ്ടാവും. പിന്നെ എൻ്റെ അടുത്ത് നീരുള്ള ലേസിയാണ്, എയർ കണ്ടീഷനടാ. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഊതും മെത്ത എന്ന് പറയുന്ന സ്ഥലത്താണ്. ഊതും മെത്ത. നമ്മൾ ഊതും മെത്ത എന്ന് പറഞ്ഞിട്ട് എന്തൊരു മെത്തയൊന്നും എനിക്കില്ല, ഇവിടെ മെത്തയായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇനി എത്ര മണിക്കാണ് നോക്കട്ടെ ബസ്സിൽ. ബസ് നേരത്തെ ഞാൻ പോയി നടന്നേ. അപ്പോൾ ഇവിടുന്ന് ഇനി എങ്ങനെ പോകുമ്പല്ലേ
ലൊക്കേഷൻ മാറ്റി കൊടുക്കാം, ലേറ്റ് ആയതുകൊണ്ട്. ഇവിടുന്ന് 4:40 ബസ് ഉണ്ടെന്നാണ് പറയുന്നത് അവിടത്തേക്ക്. 4:40, 4:50, 5 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്നതാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ മുന്നിൽ ഇതാണ് സ്കൂൾ കണ്ട, കിൻഡർ ഗാർഡൻ അൽ റാഷിദ് അൽ, ബാക്കി എൻ്റെ ഉള്ളിൽ കാണുന്നില്ല. സ്കൂളുണ്ട്, പിന്നെ പലരും കൂടെ വരുന്നുണ്ട്. അപ്പം ബസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ബസ് വന്നിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം. 1-2 ബസ് വരുന്നുണ്ട്, അത് ദൂരെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് X23. ഈ ബസ്സിലേക്ക് കയറിയിട്ടാണ് നമുക്ക് ഇനി പോകേണ്ടത്. ഇവിടെ നോക്കാർ ടാപ്പ് ചെയ്ത് വേണം പോകാൻ. ബസ്സിൽ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നോക്കട്ടെ. അൽഗുബൈവ ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബാക്ക് BMW ഡെവലപ്മെൻറ്റ്സ്. ഡെവലപ്മെൻറ്റ്സ് ആണെങ്കിൽ നമ്മളെ വിവേക് ഒബ്ധായുടെ കമ്പനിയാണ്. അപ്പോൾ ഇതിലെ എല്ലാ ബസ്സുകാരിലും നമ്മൾ ടാപ്പ് ചെയ്യുന്ന നിർബന്ധമാണ്, അല്ലെങ്കിൽ 200 തരം ഫൈൻ. ബാലൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഏകദേശം എത്തിക്കുന്നുണ്ട്. ഇച്ചങ്ങൻ്റെ ഷോപ്പ് ഏതാ പഠിച്ചോനെ. അങ്ങനെ ഇതാണ് ദുബായിലുള്ള ഊതുമെത്ത് എന്ന് കയറിയിട്ട് CRFDG മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബസ് സ്റ്റേഷൻ. പല ബിൽഡിങ്സും കൂടെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവൻ്റെ ഷോപ്പ് എവിടെ പഠിച്ചോനുള്ള, അതാണ് ഈ തപ്പണ്ട്. എല്ലാത്തിനും നമ്മളെ ഗൂഗിൾ മാപ്പ്, അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് എത്ര നടക്കണം, 4 മിനിറ്റ് നടക്കണം, 250 മീറ്റർ. അപ്പം ദുബായിയുടെ തെരുവുകളിലൂടെ നാട്ടുകാർ മൊത്തം എന്നെ നോക്കിക്കൊണ്ടിരിക്കെ ഞാൻ വ്ലോഗ് ചെയ്യുന്ന, ഇപ്പം ആരെയും പേടിയില്ല. അപ്പോൾ കണ്ടാലെന്താ കണ്ടിക്കില്ല എന്താ, ബിക്കോസ് നമ്മളിപ്പോൾ ലൈസൻസ്ഡ് വ്ലോഗറാണ്. അതുകൊണ്ടാണ് പെരുത്തിനാൻ പേടിയില്ല. സിഗ്നൽ ക്രോസ് ചെയ്യണം, ഇതാണ് ഇതല്ല ബസ് സിഗ്നൽ, റോഡ് സിഗ്നൽ. ഞാൻ നോക്കുന്നുണ്ട്. അപ്പം അവിടെ റെഡ് ഗ്രീൻ, അവിടെ ഗ്രീനായിട്ടല്ലാണ്ട് ബാക്കിയതാൽ എന്താ പണി എന്താണെന്നറിയാം. 400 ദിറംസാണ് മക്കളെ ഇവിടെ ഫൈന്. 400 ദിറംസ് നാട്ടിൽ 8-10 പെറ്റടിക്കാൻ പോകും, അത് നടക്കുമ്പോൾ. അതാണ് ഇവിടുത്തെ മെയിൻ പ്ലസ് പോയിന്റ്. ഇപ്പം ഞാനിപ്പോൾ ഏത് റൂട്ടിലൂടെ പോവാന്നുള്ളത് എനിക്ക് ചെയ്യുന്നില്ല. മോൻ്റെ ലൊക്കേഷൻ സിഗ്നൽ കയറി നോക്കാം. ഇതൊരു ഹള്ളിയിലേക്കാണല്ലോ കുറച്ചാണ് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നിങ്ങൾ കണ്ടില്ലേ, എനിക്ക് പ്രൊമോഷൻ വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇടും, അപ്പോൾ അത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. ബസ് കയറി, ബസ് ഓൺ ഡിമാൻഡ് കയറി മെട്രോ കയറുന്നൊരു വീഡിയോ ഞാൻ ചെയ്യും, അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി ഇങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി എങ്ങനത്തെ വീഡിയോ ചെയ്യാമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും.